Hey guys, welcome back to another video. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആയിരുന്നു. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വേരിയബിൾസിൻ്റെ അകത്ത് നമുക്കിപ്പോൾ സ്ട്രിങ്സ് യൂസ് ചെയ്യാം, നമ്പേഴ്സ് യൂസ് ചെയ്യാം, ബൂലിയൻ യൂസ് ചെയ്യാം, അൺഡിഫൈൻഡ് യൂസ് ചെയ്യാം, നൾ യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് വേണ്ട ഡേറ്റ ടൈപ്സ് വേണോ നമുക്കിവിടെ ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റൻസിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത T4 ആണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം T5. ഓക്കെ, T5 കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. constants.js ആണ് കേട്ടോ. ഓക്കെ, JavaScript ഫയലായതുകൊണ്ട് .js ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ കേസിൽ നമുക്ക് നോക്കാം. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ലെറ്റ് നെയിം ഈസ് ഈക്വൽ ടു അഖിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ലെറ്റ് നെയിം ഈസ് ഈക്വൽ ടു അഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു. ഇനി ഞാൻ console.log നെയിം ഞാൻ കൊടുക്കും. ഓക്കെ, ഈ നെയിം ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു നോഡിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്? നോഡ് സ്പേസ് ഈ പറയുന്ന T5 എന്നിട്ട് ടാബ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ വരും. ഓക്കെ, ഇപ്പം കണ്ടോ, console.log ഞാൻ നെയിം എന്ന് കൊടുത്തപ്പോഴത്തേക്കും നെയിം വന്നു. അപ്പോൾ ലെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ലെറ്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ ലെറ്റ് നെയിം ഈസ് ഈക്വൽ ടു അഖിലെന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നെയിം ഈസ് ഈക്വൽ ടു വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ നിഖിലെന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്? നിഖിലെന്നേ പ്രിൻറ്റ് ചെയ്ത് വരുള്ളൂ. ലാസ്റ്റ് നമ്മൾ എന്താണ് കൊടുത്തോ അത് മാത്രമേ പ്രിൻറ്റ് ചെയ്ത് വരത്തുള്ളൂ. പക്ഷേ അതേ സ്ഥാനത്ത് ഞാനിവിടെ കോൺസ്റ്റ് കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ കോൺസ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാനിത് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കും. ഓക്കെ, എറർ എന്താണ് ഇവിടെ എഴുതി കാണിക്കുന്നത്? നെയിം ഈസ് ഈക്വൽ ടു നിഖിലെന്ന് പറയുന്നത് എറർ കാണിച്ചു ആ ഒരു ലൈനിൽ. കാരണം എന്താണ്? അസൈൻമെൻറ്റ് ടു എ കോൺസ്റ്റൻറ്റ് വേരിയബിൾ. ഈ നെയിം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിളായിട്ട് ആദ്യമേ അത് ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് ഇനി അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്തിന് നമ്മൾ പല തവണയായിട്ട് വേരിയബിൾസ് നമുക്ക് ചില കേസുകളിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലയിടത്ത് നമ്മൾ ത്രൂ ഔട്ട് ഒരേ ഒരു വേരിയബിളിന് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് എന്നും ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? ലെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് വാല്യൂ ആണോ ലെറ്റിന് കൊടുത്തത് അതായിരിക്കും അവിടെ വരുന്നത്. പക്ഷേ കോൺസ്റ്റൻ്റ് കേസിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ഫുൾ പ്രോഗ്രാമിലും ഒരേ ഒരു വാല്യൂ ആയിരിക്കും കോൺസ്റ്റൻ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ലെറ്റും കോൺസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Till then, bye.